കേരളത്തിൽ നിന്നടക്കം അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിലാണ് പ്രതി സാബത്ത് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടിയിലാവുന്നത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഷ്മ, ഈ വാർത്തയുടെ വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. കാരണം കേരളം ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത, വീണ്ടും ഈ അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് അത് സജീവമാകുന്നു. അതും കേരളത്തിൽ നിന്ന് മുഖ്യ കണ്ണുകൾ. ഇതൊരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ടെന്ന സൂചനയും. അവയവദാന മാഫിയ കേരളത്തിൽ പിടിമുറുക്കിയിട്ട് വർഷങ്ങളായി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ അവയവ കച്ചവടത്തിനായിട്ട് ആളുകളെ വിദേശങ്ങളിലേക്ക് കടത്തുന്ന ആ ഒരു റാക്കറ്റിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള സാബിത്ത് നാസറെ പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ കസ്റ്റഡി അപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ 10 ദിവസത്തെ ഒരു കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 10 ദിവസം സാബിത്ത് നാസറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അനിവാര്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ മുഖ്യ കണ്ണികളിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം പറയുന്നത്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള ചില സൂചനകൾ ലഭിച്ചുവെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ കൂടുതൽ, അതായത് ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മുഖ്യ കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ മുഖ്യ കണ്ണുകളിലേക്ക് എത്തണമെങ്കിൽ വിശദമായിട്ട് തന്നെ സാബിത്ത് നാസറെ ചോദ്യം ചെയ്യണം. മാത്രമല്ല, ഇറാനിൽ എത്തിച്ച ഷമീറിനെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ സാബിത്ത് നാസറിനെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്ത വേളയിൽ അയാൾ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് താൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ്, മറ്റു പലരും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചും വലിയൊരു റാക്കറ്റ് തന്നെ ഈ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് മനുഷ്യക്കടത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഹൈദരാബാദ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് യുവാക്കളെ വിദേശങ്ങളിലേക്ക് കടത്തിയത്. വിദേശങ്ങളിൽ ഈ അവയവദാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവയവ കച്ചവടം എന്ന് പറയുന്നത്, ഈ അവയവദാനവും അവയവ കച്ചവടം രണ്ടാണ്. അവയവ കച്ചവടം എന്ന് പറയുന്നത് നിയമപരമാണ് എന്നുള്ള ഒരു വിശ്വാസം ഇവരിലേക്ക് കുത്തിനിറച്ചുകൊണ്ടാണ് ഈ ആളുകളെയൊക്കെ തന്നെ വിദേശങ്ങളിലേക്ക് കടത്തിയത്. എന്തായാലും 20-ലേറെ പേർ, അതായത് 20 പേർ ഇറാനിലേക്ക് കടത്തപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിൽ ഒരു മലയാളി ഉണ്ട് എന്നാണ് സാബിത്ത് നാസർ നൽകിയിട്ടുള്ള മൊഴി. നേരത്തെ തന്നെ 2020 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് തൃശൂർ, കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവദാനം സംബന്ധിച്ച്, അല്ലെങ്കിൽ അവയവ മാഫിയ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. കിഡ്നിയും അതോടൊപ്പം തന്നെ കരൾ ദാനം, ഇതുമായി ബന്ധപ്പെട്ടാണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ച് 2020 പുറത്തിറക്കിയ റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിൽ തുടർ അന്വേഷണമോ അല്ലെങ്കിൽ തുടർ നടപടിയോ ഉണ്ടായില്ല. അത് തന്നെയാണ് വീണ്ടും കൂടുതൽ ആളുകളെ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് മനുഷ്യക്കടത്ത് നടത്താനായിട്ട് ഇത്തരം റാക്കറ്റുകളെ പ്രചോദിപ്പിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തുമെന്നാണ് നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ട വേളയിൽ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ, സാബിത്ത് നാസറിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള പോലീസിന്റെ അപേക്ഷയാണ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. ശരി രേഷ്മ.